ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇവിടെ എടുത്തു വെച്ച ചേരുവകളൊക്കെ പൊടിച്ചെടുത്ത് നമുക്ക് ഏതാണ്ട് ഒരു 4 കിലോ ബാർബിക്യൂ ചെയ്യാൻ പറ്റും. ഫിഷോ ചിക്കനോ ഏത് വേണമെങ്കിലും നമുക്ക് ഈ മസാല കൊണ്ട് ബാർബിക്യൂ ചെയ്യാം. ഇതിനായിക്കൊണ്ട് 6 ടേബിൾ സ്പൂൺ മല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 10 കാശ്മീരി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല കളറ് കിട്ടാനും രുചിക്കും വളരെ നല്ലതാണ്. ഇത് തിപ്പലി, ലോങ് പെപ്പർ എന്നും പറയും ഇംഗ്ലീഷിൽ. ഇത് നല്ല ഏതാണ്ട് കുരുമുളകിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് കബാബിലൊക്കെ ചേർക്കുന്ന ഒരു ഐറ്റമാണ്. 1 ടേബിൾ സ്പൂൺ പെപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുളക് പൊടി രണ്ടും കൂടി മിക്സ് ചെയ്ത്, കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെച്ചത്. 3 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. 4 പീസ് കറാമ്പട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് ഒന്നിച്ച് പൊടിച്ചെടുക്കാം. ഇത് നല്ല ജീരകവും പെരുംജീരകവും, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകവും 1 ടീസ്പൂൺ പെരുംജീരകവും എടുത്തിട്ടുണ്ട്. ടീസ്പൂൺ ആംചൂർ, അതായത് മാങ്ങാപ്പൊടി. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഒരു 5 ഏലക്കായും ഒരു 10 കറാമ്പും എടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ റെഡ് കളർ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, ഫുഡ് കളർ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർക്കാൻ പറ്റും. എൻ്റെ അടുത്ത് സ്റ്റോക്കില്ല, പൗഡറല്ല, എനിക്ക് ഇതാണ് ഉള്ളത്, സിറപ്പാണ് ഉള്ളത്. അത് പിന്നെ ഞാൻ ചെയ്യുമ്പോൾ ആവശ്യമെങ്കിൽ കുറച്ച് ചേർക്കും. അതുപോലെ തന്നെ ഉപ്പ് എടുത്ത് വെച്ചിട്ടില്ല. ഉപ്പ് നമുക്ക് മാരിനേറ്റ് ചെയ്യുമ്പോൾ ആവശ്യം എത്രയും നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ചിക്കൻ ആയാലും അല്ലെങ്കിൽ ഏത് സാധനമായാലും നമ്മൾ എടുക്കുന്നതനുസരിച്ചിട്ട് ചേർക്കും. നമുക്ക് ഫിഷും എല്ലാം ഇതുകൊണ്ട് മാരിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒന്നിച്ചൊരു മിക്സി ജാറിലിട്ട് നന്നായി പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. ഇത്രയേ വേണ്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ബാർബിക്യൂ പൗഡർ റെഡി. പാപ്രിക്ക പൗഡർ വീട്ടിൽ സ്റ്റോക്കുള്ളവർ 1 ടീസ്പൂൺ അതും കൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ അടുത്ത് സ്റ്റോക്കില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇതൊരു 2-3 മിനിറ്റ് നേരത്തെ ജോലിയേ ഉള്ളൂ. നമുക്ക് എളുപ്പം ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ കടയിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇത്രയും സാധനങ്ങളെ ഇതിന് ആവശ്യമുള്ളൂ. ഞാൻ മാരിനേറ്റ് ചെയ്യാൻ ഇത്രയും ഐറ്റംസേ ചേർക്കാറുള്ളൂ. ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ബാർബിക്യൂ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കണം. പിന്നെ പുളി കുറവാണെങ്കിൽ, ഈ മാംഗോ പൗഡർ അത് പുളിക്ക് വേണ്ടി ചേർക്കുന്നത് കുറവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ വിനീഗർ 2 ടീസ്പൂൺ ചേർക്കാം. അതല്ല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ഉപ്പ് ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് അന്നേരം ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് പൊടിക്കാൻ പോവാണ്. കാശ്മീരി മുളക് കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട്. മല്ലി, കറാമ്പു, ഏലക്കായ, തിപ്പലി, ലോങ് പെപ്പർ. കറാമ്പട്ട ഞാനൊന്ന് ചെറിയ ഉരലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മിക്സിക്ക് കുഴപ്പമാണ്, അതുകൊണ്ട് തിരിച്ചേർക്കാം. നല്ല ജീരകവും പെരുംജീരകവും, പെപ്പർ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, ആംചൂർ മാംഗോ പൗഡർ, മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടാൻ കുറക്കാം. ഞാൻ 4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നൈസായിട്ട് പൊടിച്ചെടുക്കാം. നമുക്ക് ഇത്രയും നമുക്ക് ഇതിന് ജോലിയുള്ളൂ. എന്നിട്ട് ബോട്ടിൽ ചെയ്ത് വെച്ചാൽ മതി. 3-4 മാസത്തേക്കെങ്കിലും കേടുകൂടാതിരിക്കും. ഇത് നമുക്ക് എപ്പം വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ബാർബിക്യൂ പൗഡർ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഏതായാലും ഇതിൽ 1 ടീസ്പൂൺ ലിക്വിഡ് കളർ ചേർക്കുകയാണ്. ഈ കളർ അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതാകുമ്പോൾ ഒരു ഇത്തിരി കൂടി ഭംഗി കിട്ടും, അത്രമാത്രം. കളറ് മിക്സാവും വരെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഹോം മെയ്ഡ് ബാർബിക്യൂ പൗഡർ റെഡി. നമുക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും ചിക്കൻ വാങ്ങി മാരിനേറ്റ് ചെയ്ത് നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ ബാർബിക്യൂ മാരിനേറ്റ് ചെയ്യുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു 2 ടീസ്പൂൺ അത് ചേർക്കണം. പിന്നെ പുളി കുറവാണെങ്കിൽ, ആംചൂർ ചേർക്കുന്നുണ്ടെങ്കിലും പുളി കുറവാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര്, പിന്നെ ഒരു 1/2 കപ്പ് തൈരും കൂടെ മിക്സ് ചെയ്യണം.
മാരിനേറ്റ് ചെയ്ത ശേഷം ഒരു 3-4 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. എങ്കിലേ മസാലയൊക്കെ ഉപ്പൊക്കെ എരിവൊക്കെ നന്നായി പിടിച്ചു വരുള്ളൂ. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് എല്ലാവർക്കും വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.